മഴയെത്തും മുൻപേ ക്യാമ്പയിന്റെ ഭാഗമായി ചെറുപുഴയിൽ മെഗാ ശുചീകരണത്തിന് തുടക്കമായി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്, പുളിങ്ങം കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിൽ ശുചിത്വ ക്യാമ്പയിന് ചെറുപുഴയിൽ തുടക്കമായി. ആരോഗ്യ ജാഗ്രതാ പരിപാടിയുടെ ഭാഗമായുള്ള രണ്ടാം ഘട്ടം മെഗാ ശുചീകരണ പരിപാടി ചെറുപുഴയിൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാതെ അത് നമ്മുടെ നാടിൻ്റെ അന്തസ്സിനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. ഇങ്ങനെ അവിടെ ഇവിടെയും നമ്മൾ വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ അന്തസ്സിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന നമ്മൾ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനുമൊക്കെ നടപടികൾ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഹരിതകർമ്മസേനക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്നാണ് പറയാനുള്ളത്. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ അത് തരംതിരിച്ച് അവർക്ക് കൊടുക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് നിങ്ങൾ നീങ്ങേണ്ടതെന്നാണ് ദിവസത്തിൽ എനിക്ക് പറയുവാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോട് സഹകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ ദിവസത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ആരോഗ്യ സ്ഥാപനങ്ങൾ, ആരോഗ്യ ജീവനക്കാരെ, അതുപോലെ ആശാവർക്കന്മാർ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെല്ലാവരെയും ഹരിതകർമ്മസേനക്കാരെ എല്ലാവർക്കും ദിവസത്തിൽ നന്ദി പറയുന്നുണ്ട്. ഈ ഒരു പ്രവർത്തനം വളരെ മനോഹരമാക്കി തീർക്കാൻ സഹകരിച്ച് എല്ലാവർക്കും നന്ദി പറയുന്ന ഒരു പരിപാടി. ചടങ്ങിൽ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന വില്യം അധ്യക്ഷത വഹിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു. നമ്മുടെ സ്ഥാപനങ്ങളുടെ ശുചീകരണ പ്രവർത്തനത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇന്നതിൻ്റെ ഒരു തുടക്കമാണ്. എല്ലാവരും അവനവനായിരിക്കുന്ന ഇടങ്ങൾ ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുക എന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ദേശം. നമ്മുടെ വീടും പരിസരവും അങ്ങനെ നമ്മൾ എവിടെയാണോ നമ്മൾ ജോലി ചെയ്യുന്നത് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പരിസരം ഏറ്റവും വൃത്തിയുള്ളതായി സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. അവിടെ വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ബാബു, പ്രവീൺ കെ ഡി, ചെറുപുഴ പോലീസ് സ്റ്റേഷൻ SHO ജോബി ജോസഫ് KJ, പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജി തോമസ്, കൃഷി ഓഫീസർ ജിതിൻ KR, ഹെൽത്ത് ഇൻസ്പെക്ടർ V മുഹമ്മദ് ഷെരീഫ്, ബോബിൻ ജോർജ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ പ്രധാന ടൗണുകളും ചെറിയ ടൗണുകളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. അതുപോലെ വീടുകൾ, പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് വീടുകളാണ്. വീടുകൾ വൃത്തിയാക്കുക എന്നുള്ളത് വീട്ടുടമസ്ഥൻ്റെ ഉത്തരവാദിത്തമാണ്. അത് പറയുന്നതിന് വേണ്ടി നമ്മുടെ ഏകദേശം ഒരു വാർഡിൽ 20ഓളം വരുന്ന വളണ്ടിയർമാർ വീടുകളിലൊക്കെ കയറി സന്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇത് രണ്ടാം ഘട്ടമാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ സ്ഥാപനങ്ങൾ, നമുക്കറിയാം നമ്മുടെ വീടിനേക്കാളും പ്രധാനമാണ് നമ്മുടെ സ്ഥാപനങ്ങൾ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ഒരു സ്ഥലം, നമ്മൾ രാവിലെ തൊട്ട് ഒരു 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വീട്ടിൽ പോയാൽ കൂടുതലും കിടന്നുറങ്ങുന്ന സ്ഥലമാണ്. ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൻ്റെ പരിസരം കണ്ണൂർ ജില്ലയിൽ അതുപോലെ സംസ്ഥാനത്താകെ ഇന്നും അതുപോലെ അടുത്ത ആഴ്ചകളിലുമായിട്ട് വൃത്തിയാക്കുകയാണ്. ചെറുപുഴ ഒരു വലിയ കാർഷിക മേഖലയാണ്. പ്രധാനമായിട്ടും നമുക്ക് റബ്ബർ, കമുക് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്ന ഏരിയകളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ, അതുപോലെ കൊതുക് വളരാൻ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ റബ്ബർ തോട്ടങ്ങളിൽ ചിരട്ടകളൊക്കെ കമഴ്ത്തി വെക്കുക, അതുപോലെ തന്നെ ഈ കമുകിൻ തോട്ടങ്ങളിലുള്ള പാളകൾ, വെള്ളം കെട്ടിക്കിടക്കുന്ന പാളകൾ, അതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തോട്ടങ്ങളിലുള്ള ഇത്തരം ഷീറ്റുകൾ ഡ്രൈ ആക്കി വെക്കുക. സംബന്ധിച്ച് നമ്മളിവിടെ എല്ലാ മാസങ്ങളിലും നമ്മൾ ശുചീകരണ പ്രവർത്തനം നടത്താറുള്ളതാണ്. നമുക്കിവിടെ എന്തെങ്കിലും വേസ്റ്റ് അല്ലെങ്കിൽ അത് ഇടാൻ പാടില്ലാത്തതാണ്. നമുക്ക് ഹരിത ഓഫീസാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പ്രോഗ്രാമിന് മുൻകൈയെടുത്ത പഞ്ചായത്തിനും ഇതിൻ്റെ ബാക്കി സംഘാടകർക്കും എൻ്റെ ആശംസകൾ, പോലീസ് സ്റ്റേഷൻ്റെ ആശംസകൾ നേർന്നു. ആദ്യഘട്ടത്തിൽ പ്രധാന ടൗണുകൾ ശുചീകരണം നടത്തി. ഡെങ്കിപ്പനിക്കെതിരെ ക്യാമ്പയിൻ്റെ ഭാഗമായി തോട്ടങ്ങളിലേക്ക് നീങ്ങാൻ പരിപാടിയും സംഘടിപ്പിച്ചു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.